ചെന്നിത്തല കഴിവുള്ള ഒരാൾ തന്നെയാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ തന്നെ യോഗ്യതയുള്ള ആളാണ്. വ്യക്തിപരമായ അദ്ദേഹത്തിന് മുൻകാല പരിചയമുണ്ട്, സീനിയോറിറ്റി ഉണ്ട്. പക്ഷെ ഒരുപാട് മുഖ്യമന്ത്രിമാർ പറ്റില്ലല്ലോ, ഒരാളല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഹൈക്കമാൻഡ് ചില നിർദ്ദേശങ്ങൾ വെച്ച് അദ്ദേഹത്തെ ഒഴിവാക്കി. ചെന്നിത്തല മന്ത്രിസഭയിൽ വരും എന്ന് കരുതുന്ന ഒരാളാണ്. അല്ലെങ്കിൽ വലിയ അബദ്ധമുണ്ടാവും. എന്താ അബദ്ധം? നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയെ തുടർ ഭരണം കിട്ടാതാക്കുന്നതിൽ ചെന്നിത്തലയ്ക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ മന്ത്രിസഭ രൂപീകരിച്ച കാലത്ത് ചെന്നിത്തല മന്ത്രിയാവാതെ മാറി നിന്നു. ചെന്നിത്തല മന്ത്രിയാവാതെ മാറി നിന്നതോടുകൂടി ആ മന്ത്രിസഭയുടെ ഇമേജ് ആ തുടക്കം തന്നെ നഷ്ടപ്പെടുക. അതൊരു കാര്യം. അവസാനം NSSന്റെ താക്കോൽ സ്ഥാനം എന്ന വളരെ കുപ്രസിദ്ധമായ ഇടപെടൽ വഴി ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാവുകയാണ്. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂര് മാറി, ചെന്നിത്തല അത് ഏറ്റെടുക്കുന്നു. മന്ത്രിസഭയിൽ ചെന്നിത്തല മോശം മന്ത്രിയൊന്നുമല്ല, നല്ല മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹം അത് പ്രവർത്തിച്ചു, പോയി, അതിന്റെ കാലം കഴിഞ്ഞു. ഇപ്പോഴുള്ള സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. 2011 72 സീറ്റാണ് അന്നത്തെ UDF കിട്ടിയത്. 68 സീറ്റാണ് LDFനുള്ളത്. ശക്തമായൊരു പ്രതിപക്ഷം അവിടെയുണ്ട്. പ്രത്യേകിച്ചും VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു പ്രതിപക്ഷ നിര അവിടെയുണ്ട്. എണ്ണത്തിലുമുണ്ട്, ഗുണത്തിലുമുണ്ട്. ആ ഗവൺമെന്റിന് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന പരാതി കോൺഗ്രസ്സുകാർക്ക് തന്നെയുണ്ട്. അതിനിടയിലാണ് സോളാർ വരുന്നു, മറ്റു പ്രതിസന്ധികൾ വരുന്നു. അതൊക്കെ കള്ളക്കേസാണെന്നൊക്കെ നമ്മൾ അറിയുന്നത് പിന്നെയല്ലേ. പക്ഷേ അതിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടത്ര പിന്തുണ ചെന്നിത്തല നൽകിയില്ല എന്ന പരാതി കോൺഗ്രസിൽ തന്നെ പലർക്കും ഉണ്ട്. പക്ഷെ ചെന്നിത്തലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഇത്തവണ 102 സീറ്റുണ്ട്. 102 സീറ്റിൽ ആര് ഒന്നോ അങ്ങോട്ട് മാറിയാലൊന്നും ഭൂരിപക്ഷത്തിനൊന്നും സംഭവിക്കാനില്ല. എന്ന് മാത്രമല്ല, ഞാൻ കണക്കാക്കുന്നത് നിയമസഭാ കക്ഷിയിൽ വലിയ പിന്തുണയൊന്നും ചെന്നിത്തലയ്ക്കില്ല എന്ന്. നിയമസഭാ കക്ഷിയിൽ ആളുകൾ പറഞ്ഞു കേട്ടനുസരിച്ചാണെങ്കിൽ ഒറ്റ അക്കത്തിന്റെ പിന്തുണയുള്ളൂ. മാത്രമല്ല, തനിക്ക് വേണ്ടി ഒരു ജനങ്ങളിറങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാസ് ലീഡർ അല്ല ചെന്നിത്തല. എല്ലാവരും മാസ് ലീഡർ ആയിക്കൊള്ളുന്നില്ല. അദ്ദേഹം ഒരു കുറച്ചുകൂടി നിയമപരമായും മറ്റു കാര്യങ്ങളിലും നേരിടാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോൾ ചെന്നിത്തലയ്ക്ക് വേണ്ടി ഇനി വാദിക്കാൻ എന്തായാലും സുകുമാരൻ നായരുടെ വാദം ഇനി അധികകാലം ആരും കേൾക്കാൻ പോകില്ല. അത് ഏതാണ്ട് തീർന്ന കാര്യമാണ്. അപ്പോ ചെന്നിത്തല ഏതെങ്കിലും വഴിക്ക് ഇനി ഏതെങ്കിലും താക്കോൽ സ്ഥാനത്തേക്ക് വരണം എന്നാഗ്രഹിച്ചാൽ അത്തരത്തിൽ ചെന്നിത്തലയെ പിന്താങ്ങുന്ന ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഒരു ബേസും ഇല്ല. വെള്ളാപ്പള്ളി നടേശനായാലും അല്ലെങ്കിൽ സുകുമാരൻ നായർക്കായാലും. കോൺഗ്രസിലെ കുറെ ആളുകൾക്ക് ചെന്നിത്തല വരണമെന്നുണ്ട്, തെറ്റൊന്നുമില്ല. അദ്ദേഹം വരേണ്ടതാണെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്ത് കണ്ടീഷനിൽ ചെന്നിത്തല വരും എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഇപ്പൊ ഉപമുഖ്യമന്ത്രി എന്ന സ്ഥാനം ഏതാണ്ട് ഇല്ലാണ്ടായി. ഇനി വരാൻ സാധ്യതയുള്ളത് ഏതെങ്കിലും ഒരു പ്രധാന വകുപ്പാണ്. അത് ആഭ്യന്തര വകുപ്പ് വേണം എന്നായിരിക്കും ചെന്നിത്തല ആവശ്യപ്പെടുക. അദ്ദേഹം മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്, 2ാം വകുപ്പ് എന്നൊക്കെ പറയാവുന്ന വകുപ്പാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ എടുത്ത വകുപ്പ്. പക്ഷെ അത് സ്വന്തം കയ്യിൽ വെക്കണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു എന്നൊരു വാർത്തയും നമ്മുടെ ഇടയിലുണ്ട്. അത് അദ്ദേഹം വിട്ടുകൊടുക്കുമോ? ഇപ്പോ കേന്ദ്രത്തിൽ നിന്ന്, ഹൈക്കമാൻഡിൽ നിന്ന് സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ ചില ധാരണകളുണ്ട്. ഇപ്പൊ മന്ത്രിസ്ഥാനത്തിന് KCയുടെ ആളുകളും അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കും ഒരു പ്രാമുഖ്യം നൽകണം എന്ന രൂപത്തിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. കോൺഗ്രസ് ആണ് പാർട്ടി. അതുകൊണ്ട് അങ്ങനെ ചില ധാരണകളിലേക്ക് പോകാൻ പറ്റും. ആ ധാരണ എത്രത്തോളം പാലിക്കാൻ കഴിയും? അങ്ങനെ വരുമ്പോൾ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുത്തുകൊണ്ട് ചെന്നിത്തലയെ കൂടെ നിർത്താൻ സതീശൻ തയ്യാറാവുമോ? മറ്റൊരു മാർഗവും ഇല്ല എങ്കിൽ സതീശൻ തയ്യാറാവും തന്നെ ഞാൻ കണക്കാക്കണം. കാരണം ചെന്നിത്തലയെ ഇണക്കി പുറത്തു നിർത്തുന്നത് അത്ര ഗുണകരമായ കാര്യമല്ല എന്ന് മുഖ്യമന്ത്രിക്കും അറിയാം. അതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹത്തിന് കുറച്ചൊക്കെ പിണങ്ങാം, കുറച്ചൊക്കെ ഉടക്കാം, ഗുരുവായൂർ പോയി തൊഴാം, അതൊക്കെ നല്ല കാര്യം. പക്ഷേ അത് കഴിഞ്ഞാൽ അന്തിമമായി ഹൈക്കമാൻഡ് വിളിച്ചു പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. മാത്രമല്ല, പൊതുവെ അച്ചടക്കത്തിന് കീഴിൽ നിൽക്കുന്ന ഒരു നേതാവാണ് ചെന്നിത്തല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പൊ KC പക്ഷത്തു നിന്നോ VD പക്ഷത്തു നിന്നോ വലിയ തോതിലുള്ള പ്രചരണം ഉണ്ടായപ്പോഴും ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു റിവോൾട്ട് ഉണ്ടായില്ല, നമ്മൾ കണ്ടില്ല. അത് അദ്ദേഹത്തിന്റെ അച്ചടക്കം കൊണ്ടാണ് എന്ന് പറയുന്നു, അതോ ഇനി ആളില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇന്നത്തെ അവസ്ഥയിൽ ചെന്നിത്തലയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു കോംപ്രമൈസിന് പോകാനാണ് സാധ്യത. UDFനെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ചിട്ട് തുടക്കം തന്നെ കല്ലുകടി ആവാതിരിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്, സതീശന് ഉത്തരവാദിത്വമുണ്ട്, പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്.
അത് എത്രത്തോളം നിറവേറ്റും എന്ന് നമുക്ക് സമീപ ഭാവിയിൽ കാണാം. തീർച്ചയായും ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകേണ്ടത് തന്നെയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്.